എലത്തൂരിൽ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നൽകി മന്ത്രി ശശീന്ദ്രൻ. 2 MLA-മാരുടെ മണ്ഡലം സജീവമാക്കാൻ പാർട്ടി നിർദ്ദേശിച്ചെന്ന് AK ശശീന്ദ്രൻ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന NCPക്ക് 3 സീറ്റുകളാണുള്ളത്. അതിലൊന്ന് കുട്ടനാടും, മറ്റൊന്ന് എലത്തൂരും, മറ്റൊന്ന് കോട്ടക്കലുമാണ്. കോട്ടക്കൽ വിജയസാധ്യതയുള്ളൊരു സീറ്റായി നമ്മളാരും കണക്കാക്കുന്നില്ല. മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങ് വ്യക്തമാക്കിയതുപോലെ അത് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുപടിയായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാം. TPIക്കെതിരെ മന്ത്രി ശശീന്ദ്രൻ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ചില ഘടകകക്ഷികൾ LDF-ലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണ്. അഭിപ്രായ ഭിന്നതയുള്ള മുന്നണിയെന്ന തോന്നലുണ്ടാക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു വീഴ്ചകളിൽ ഒന്ന്, അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു മുന്നണി എന്ന സൽപ്പേരിന് ചില ഘട്ടങ്ങളിൽ ചില പാർട്ടികളുടെ പെരുമാറ്റം സഹായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. നാം ഒറ്റക്കെട്ടാണ് എന്ന് പറയുകയും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവരെല്ലാവരും പിൻവാങ്ങുകയും മുന്നണിയിൽ മാത്രം ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു പാഠം. ദീപക് തർമ്മട വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന്. ദീപക്, AK ശശീന്ദ്രൻ എലത്തൂരിൽ തന്നെ ഉണ്ടാകുമോ? AK ശശീന്ദ്രൻ എലത്തൂരിൽ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ തോമസ് കെ തോമസ് കുട്ടനാടിൽ നിന്നും മത്സരിക്കും. അതായത് സിറ്റിംഗ് MLA-മാർ രണ്ടുപേരും അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിച്ച് ജയിച്ചു വരുമെന്നുള്ളതാണ് NCPയുടെ തീരുമാനം. അങ്ങനെയാണ് NCPയിൽ ഇന്നലെ നടന്ന യോഗത്തിലെ ചർച്ച എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതേസമയത്ത് കൊണ്ടോട്ടി സീറ്റിൽ വിജയസാധ്യതയില്ല എന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഈ 2 മണ്ഡലങ്ങളിൽ ഈ 2 MLA-മാരോടും സജീവമാകാൻ വേണ്ടി, അതായത് മന്ത്രി AK ശശീന്ദ്രനോട് എലത്തൂരിലും കുട്ടനാടിൽ തോമസ് കെ തോമസിനോട് സജീവമാവാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അത് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ആദ്യപടിയായി സൂചനയായി നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് താൻ മത്സരിക്കും, അതുപോലെ തോമസ് കെ തോമസ് മത്സരിക്കും എന്നത് തന്നെയാണ്. SKN അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് AK ശശീന്ദ്രൻ അതിരൂക്ഷമായ വിമർശനം പരോക്ഷമായി CPI നടത്തിയിരിക്കുന്നു. അതായത് മുന്നണിയിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അനാവശ്യ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഐക്യമില്ലാത്ത മുന്നണിയാണ് LDF എന്ന് വരുത്താൻ ചില പാർട്ടികൾ ശ്രമിക്കുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ അനാവശ്യ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നത് ഒഴിവാക്കി അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും മുന്നണിയിൽ പറയുന്ന നല്ല മാതൃകാപരമായ പഴയ രീതിയിലേക്ക് LDF-ലെ ഘടകകക്ഷികൾ മാറണമെന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. CPI തന്നെയാണ്. അത് പ്രത്യയശാസ്ത്ര പ്രശ്നം എന്നുള്ള നിലയിൽ പാർട്ടിയെയും മുന്നണിയെയും അതുപോലെ സർക്കാരിനെയും പ്രതിസന്ധിയിൽ CPI ആക്കി എന്നുള്ള അതിരൂക്ഷമായ വിമർശനം പരോക്ഷമായി ഉന്നയിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ചെയ്തിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.